ഇന്ന് കേരള നിയമസഭയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടിയെ സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതനുസരിച്ച് 1535 കോടി രൂപയുടെ കുറവ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത് പുതുക്കിയ ബഡ്ജറ്റിൽ വന്നപ്പോൾ ആ കുറവ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് നന്മ നിറഞ്ഞ പദ്ധതികൾ തയ്യാറാക്കുകയും ആ പദ്ധതികൾ ഗ്രാമസഭയിൽ ഉൾപ്പെടെ അംഗീകാരം ലഭ്യമായതുമാണ്. ഗ്രാമസഭയിൽ ഉൾപ്പെടെ അംഗീകരിച്ച് ജനങ്ങൾ ആ വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കുറവ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ വിശേഷിച്ചും വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. പല പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ബഡ് സ്കൂളുകളുടെ പ്രവർത്തനം, അതുപോലെ ലൈഫിൻ്റെ വീടിൻ്റെ ഗഡു അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം വലിയൊരു വിഭാഗം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. അതുപോലെ ഗ്രാമീണ റോഡുകളാണെങ്കിലും കുടിവെള്ള പദ്ധതിയാണെങ്കിലും അത്തരത്തിൽ ജനജീവിതത്തെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഈ വിഷയത്തിൽ പ്ലാൻ ഫണ്ടിലുണ്ടായ വെട്ടിക്കുറവ് സ്പില്ലോവറാക്കി കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അവസാന നാളിൽ നൽകേണ്ടുന്ന പണത്തിൻ്റെ ആ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലുള്ള നടപടിക്ക് പകരം അത് നൽകാൻ കഴിയാത്ത ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് ഇത് ഭരണകക്ഷി എന്ന നിലയിൽ ഗവൺമെൻറ് വളരെ അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അതുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികളിൽ നിന്ന് വാക്കൗട്ട് നടത്തുന്ന നിലപാട് സ്വീകരിച്ചു. ഇത് പൊതുസമൂഹം ഇനി ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. കേരളത്തിലെമ്പാടും ഇപ്പം ഞാൻ ഉദാഹരണമായി അവിടെ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞതാണ്, എൻ്റെ മണ്ഡലത്തിൽ 9 കോടിയായിരുന്ന ആ പദ്ധതി വിഹിതം 2 കോടിയായി കുറയുന്ന അവസ്ഥ ഉണ്ടായി. അതുപോലെ മലപ്പുറം ജില്ലയിലെ നിരവധി മുനിസിപ്പാലിറ്റികളിൽ 11 കോടി ഉണ്ടായിരുന്ന മലപ്പുറത്ത് 2.5 കോടിയായി കുറഞ്ഞു. അതുപോലെ പൊന്നാനിയിൽ 9.8 കോടിയായിരുന്നത് 3.3 കോടിയായി മാറി. മഞ്ചേരിയിൽ 10.3 ആയിരുന്നത് 3.4. ഇങ്ങനെ തുടങ്ങി എല്ലാ നഗരസഭകളെ വിശേഷിച്ചും മുനിസിപ്പാലിറ്റികളെ ബാധിക്കുന്ന അവസ്ഥ, പഞ്ചായത്തുകളെ ബാധിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ വിഷയം ഗവൺമെൻറ് നിലപാടിൽ ശക്തമായ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയം നന്നായി ചർച്ച ചെയ്യാൻ ഇതിന് ആവശ്യമായിട്ടുള്ള ബഹുജന അഭിപ്രായം ഉയർന്നു വരേണ്ടതുമായിട്ടുള്ളൊരു വിഷയം ആണെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്.